ഉച്ചാര മഹോത്സവവും പൊങ്കാല സമർപ്പണവും പുനലൂർ അടുക്കളമൂല മായ്ക്കൽക്കാവ് ദേവീക്ഷേത്രത്തിൽ നടത്തി. ആണ്ടുതോറും നടത്തിവരാറുള്ള ഉച്ചാര മഹോത്സവവും പൊങ്കാല മഹോത്സവവുമാണ് ഇന്നലെ മായ്ക്കൽക്കാവ് ദേവീക്ഷേത്ര സന്നിധിയിൽ നടത്തിയത്. ചരിത്രം പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചരിത്രപ്രസിദ്ധമായ ഒരു കാവാണ്. പക്ഷേ ഇവിടെ അധിവസിക്കുന്നവരെല്ലാം വെറും സാധുക്കളും സാധാരണക്കാരും ഒക്കെ ആയതിൻ്റെ പേരിൽ ഈ കാവിൻ്റെ പേരിൽ വസ്തുവകകളൊന്നും റെക്കോർഡ് പരമായിട്ടൊന്നും ഇല്ലാത്തത് മുഖാന്തരവും ഇതിങ്ങനെ കാട് കയറി നശിച്ച് ഒരു പുരോഗമനമില്ലാതെ അന്നോട്ടേ കിടക്കുകയാണ്. പക്ഷേ നായ്ക്കലമ്മയുടെ ശക്തി എന്ന് പറഞ്ഞാൽ അതൊരു അപാരമാണ്. അത് അനുഭവിച്ചറിഞ്ഞവർക്ക് അത് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പ്രവർത്തനമൊന്നും ഇല്ലാതെ കിടക്കുന്നെങ്കിലും എല്ലാ വർഷവും ഉച്ചാരം ഒരു മഹോത്സവമായി തന്നെ ഈ നാടിൻ്റെ ഒരു ഉത്സവമായി തന്നെ നടത്തുകയും അത് ഒരു വർഷം പോലും മുടങ്ങിയിട്ടില്ല. കോവിഡ് കാലത്ത് പോലും മുടങ്ങാതെ നല്ല രീതിയിൽ തന്നെ ഈ ഉച്ചാര മഹോത്സവം നടന്ന് വരികയാണ്. ഈ വർഷം പൂർവാധികം ഭംഗിയായി നടത്തുവാൻ സാധിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നല്ല ജനപങ്കാളിത്തത്തോടുകൂടി വളരെ ഭംഗിയായി തന്നെ ഇത് നടത്തുവാൻ സാധിച്ചു. ഇതിൽ പങ്കെടുത്ത മുഴുവൻ വരുന്ന ഭക്തജനങ്ങൾക്കും ഈ ഉത്സവ കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള നിലയിൽ എല്ലാവർക്കും എൻ്റെ അഭിവാദ്യം അറിയിക്കും. രാവിലെ 5 മണിക്ക് പള്ളി ഉണർത്തൽ, ഉഷപൂജ, തുടർന്ന് മാത്ര ശ്രീ പാർവതി ക്ഷേത്രം മേൽശാന്തി ശംഭുപോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമവും നടത്തി. ശേഷം 7:30 പൊങ്കാല മഹോത്സവം നടത്തി. പൊങ്കാല മഹോത്സവത്തിൽ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്ര പരിസരത്ത് പൊങ്കാല സമർപ്പണം നടത്തി. തുടർന്ന് ശ്രീ മഹാവിഷ്ണു കലാസമിതിയുടെ പെരുമ്പുഴ കൃഷ്ണൻകുട്ടിയും സംഘവും നയിച്ച അഖണ്ഡനാമ ജപയജ്ഞവും നടത്തി. ശേഷം പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്ക് 12:30 അന്നദാനവും നടത്തി. വൈകിട്ട് 5 മണി മുതൽ താലപ്പൊലി, ചെണ്ടമേളം, ബാൻഡുമേളം, മുത്തുക്കുട എന്നിവയുടെ അകമ്പടിയോടെ വൻപിച്ച ഘോഷയാത്ര ITC, കലുങ്ങുമുക്ക്, നിരപ്പത്ത്, അടുക്കളമൂല വഴി ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. എല്ലാ വർഷവും നടത്തിവരുന്ന ഉച്ചാര മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന പൊങ്കാല മഹോത്സവമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷത്തേക്കാൾ അധികം ഭക്തജന തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഇതിൻ്റെ കൂടെ അന്നദാനവും എല്ലാം വിവിധ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ധാരാളം ആൾക്കാർ ഇപ്രാവശ്യം എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ നല്ല രീതിയിലാണ് ഇപ്രാവശ്യം മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. കൂടാതെ ഇന്ന് വൈകുന്നേരം ഘോഷയാത്രയും അതിനോടനുബന്ധിച്ച് രാത്രി ഗാനമേളയും ഒക്കെ നടത്തപ്പെടുന്നുണ്ട്. തുടർന്ന് ദീപാരാധന, ആകാശദീപക്കാഴ്ച, തിരുവാതിര, നൃത്തനൃത്യങ്ങളും അരങ്ങേറി. ശേഷം കൊല്ലം മഹാദേവ കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിച്ച ഗാനമേളയും മാറ്റുരച്ചു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് അമ്പിളി, സെക്രട്ടറി R. ബേബി, ട്രഷറർ ജ്യോതി സുനിൽ, വൈസ് പ്രസിഡന്റ് സുബിൻ, ജോയിന്റ് സെക്രട്ടറി ഇന്ദു സുജനൻ തുടങ്ങിയ നാട്ടുകാരും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, മുദ്രാവിഷൻ. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 69916.